അതിനുള്ള ഐഡിയ മാഡം തന്നെ പറഞ്ഞു തന്നു. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു. അവളെ ഇവിടുന്ന് പുറത്താക്കിയപ്പോ പാടില്ലെന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെന്റെ പ്ലാനിങ്ങിന്റെ വിജയമല്ലേ? അതിനുശേഷം ഈ മതിൽക്കെട്ടിന്റെ പുറത്ത് എന്ത് നടന്നു ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതെന്റെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾ കൈ കഴുകുവാണോ? അല്ല മാഡം, ഗത്യന്തരമില്ലാതെ അവൾ അവളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചതാ. നാട്ടിലേക്കുള്ള ബസ് സ്റ്റാൻഡിലും അവൾ എത്തിയിരുന്നു. അതെന്റെ പ്ലാനിങ്ങിന്റെ വിജയം തന്നെയല്ലേ? അവിടെ വെച്ചാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. എങ്ങനെ? അതന്വേഷിക്കുന്നതിന് പകരം മാഡം എന്നെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നേ? മാഡത്തിന് ആലോചിച്ചാൽ മനസ്സിലാവും. കൈലാസിനെ ഇവിടെ നടന്ന കാര്യങ്ങൾ അറിയിച്ചത് പാർവതിയല്ല. ആയിരുന്നെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനത്തിൽ അവൾ എത്തുമായിരുന്നില്ല. മറ്റൊരാളും കൂടി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കൈലാസിന്റെ വിവരങ്ങൾ അറിയിച്ചത് അയാളാ. അതെനിക്കും അറിയില്ല. ബെഞ്ചമിനെ പൊക്കാൻ കൈലാസിനെ സഹായിച്ചതും അയാൾ തന്നെയായിരിക്കും. പാർവതി നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോ കൈലാസ് ഇടപെട്ടു. അതായിരിക്കും സംഭവിച്ചത്. കരുണാകരൻ സാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നതെങ്കിൽ ബെഞ്ചമിൻ എന്തുകൊണ്ട് രഘുവിന്റെ പേര് മാത്രം പറഞ്ഞു? എന്തുകൊണ്ട് എന്റെയും കരുണാകരൻ സാറിന്റെയും പേര് പറഞ്ഞില്ല? മാഡത്തിന്റെ പേര് എവിടെയും പൊങ്ങി വരരുതെന്ന് ഞാൻ രഘുവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കൈലാസ് തല്ലിച്ചാച്ചിട്ടും എന്റെ പേരാവൻ പറഞ്ഞില്ല. എല്ലാ കുറ്റവും രഘുവിന്റെ തലയിൽ വെച്ചു കൊടുത്തു. കൂറുള്ളവനാ ബെഞ്ചമിൻ. കരുണാകരൻ സാർ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കളിയിൽ കൈലാസിനെ ഇൻവോൾവ് ചെയ്യിച്ചത് ആരായിരിക്കും? പാർവതി ചതിക്കപ്പെട്ടതാണെന്ന് കൈലാസിനെ അറിയിച്ചത് ആരായിരിക്കും? അതെനിക്കറിയില്ല മാഡം. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, അതുറപ്പാ. ഈ ഗാർമെന്റ്സിൽ ഒരു ഒറ്റുകാരനുണ്ടെങ്കിൽ മുക്തയാ പറയുന്നത്. അവൻ ഇനി അധികകാലം ഇവിടെ ഉണ്ടാവില്ല. വാ, ഇരിക്ക്. വേണ്ട ജയന്തേച്ചി, ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. നിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാനൊന്ന് പറഞ്ഞത് ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലേ? അതുകൊണ്ടല്ലേ നീ ഇരിക്കാത്തത്? അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നീ ഇരിക്ക്. ഇരിക്കാൻ കഴിക്ക്. പാർവതി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് അറിയോ പാർവതിക്ക്? എനിക്കറിയാം. ഇഷ്ടം തോന്നിയ പെണ്ണിനോട് മനസ്സിലുള്ള സ്നേഹം തുറന്നു പറയുമ്പോ അവള് മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്നത്. അതിന് ഗതികേടെന്നല്ല പറയുക, നട്ടലില്ലായ്മ. ഇങ്ങനൊരു കിഴങ്ങൻ. കൺമുന്നിലൊരു അന്യായം നടക്കുമ്പോ അത് അന്യായമാണെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ നിൽക്കേണ്ടി വരുന്നതാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗതികേട്. പാർവതിയുടെ തലയിൽ കുറ്റം കെട്ടിവെച്ചതാണെന്ന് എനിക്കറിയാം. ആ ബെഞ്ചമിൻ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണെന്നും ആ രഘു അയാളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ചെയ്യാത്ത തെറ്റിന് പാർവതി ഇറക്കി വിടുമ്പോ ഇത് അനീതിയാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഞാൻ അനുഭവിച്ചതാ ആ ഗതികേട്. കാരണം ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ട ജീവിക്കാൻ വേറെ വഴിയില്ല എനിക്ക്. എന്നാലും ഞാനും പ്രിയനും സൗന്ദര്യം മോഹനും എല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ശ്രമിച്ചതാ. ആ ബെഞ്ചമിനെ കണ്ടുപിടിച്ച് നല്ല തല്ലു വെച്ചു കൊടുത്ത് അവനെ കൊണ്ട് എല്ലാ സത്യം പറയിപ്പിക്കാൻ പ്രിയൻ പോയതാ. പക്ഷെ പ്രിയൻ അവനെ പൊക്കുന്നതിന് മുൻപ് കൈലാസാർ അവനെ പൊക്കി അവനെ കൊണ്ട് സത്യം മുഴുവൻ പറയിപ്പിക്കുകയും ചെയ്തു. സത്യം തെളിയിച്ചത് ആരായാലെന്താ? നിനക്ക് നിന്റെ ജോലി തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ആ സമയത്ത് കൈലാസാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കായിരുന്നില്ല. കൈലാസാറിനെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എനിക്കിവിടെ തയ്യൽ ജോലി പോലും അല്ല, അതിലും ചെറിയ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടും എന്നെ കള്ളിയെന്ന് വിളിച്ച് ഇവിടുന്ന് പുറത്താക്കിയപ്പോ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കൈലാസാർ ശ്രമിച്ചില്ലേ? ആ ചതിയനെ പിടികൂടി എല്ലാ സത്യവും തെളിയിച്ചില്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായപ്പോ എനിക്ക് ജോലി തിരിച്ചു തന്നില്ലേ? എനിക്ക്
എനിക്കിപ്പോ കൈലാസാറ് ദൈവത്തെ പോലെയാ. ദൈവത്തെ പോലെയല്ല, ദൈവം തന്നെയാ. വലിയൊരു ചീത്തപ്പേരിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം. പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്ന എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച ദൈവം. പണക്കാരെല്ലാം വലിയ അഹങ്കാരികളായിരിക്കുന്ന ഞാൻ ഇത്രയും കാലം കരുതിയത്. അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് കൈലാസാറിനെ പരിചയപ്പെട്ടപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇത്രയും നല്ല മനുഷ്യനെ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടേയില്ല. ബെഞ്ചമിനെ പിടികൂടിയതും നല്ല അടിവെച്ചു കൊടുത്ത് സത്യം തെളിയിച്ചതും നീ. പക്ഷേ ക്രെഡിറ്റ് മുഴുവനും കൈലാസാറിനും. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവള് പറഞ്ഞതുപോലെ അത്രയും നല്ല മനുഷ്യനാ കൈലാസാർ. കൈലാസാറ് ദൈവത്തെ പോലെ വന്നെന്നെ രക്ഷിച്ചു. എന്നിട്ടും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ജയന്ത ചേച്ചി. കാരണം എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും സങ്കടം തീർത്തു കൊടുക്കാൻ അവരുടെ അടുത്തൊരു ദൈവം ഇല്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എന്താ പറ്റിയത്? എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്ക് പാർവതി. നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചേ? കൈലാസാറിനോട് പറയാതെ ഇനി നിന്റെ പേർക്ക് ഒരു നടപടി എടുക്കാൻ പാടില്ലെന്ന് കൈലാസാർ കരുനാഗത്തോട് പറഞ്ഞില്ലേ? ഉർവശി ശാപം ഉപകാരമായി മാറിയില്ലേ? അതുപോലെ നിന്റെ വീട്ടുകാരുടെ കാര്യത്തിലും ഈശ്വരന്മാരെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകും. നീ സമാധാനായിട്ടിരിക്കെ. കഴിക്ക് പാർവതി. എന്താ രഘു, ഈയിടെയായിട്ട് പത്രം വായിക്കാൻ തുടങ്ങിയോ? ഏതെങ്കിലും ഗാർമെന്റ്സിൽ ജോലി ഒഴിവുണ്ടോ എന്ന് നോക്കുക. അതെന്താ ഈ ഗാർമെന്റ്സിലെ ജോലി നിനക്ക് മടുത്തോ? മടുത്തിട്ടല്ലേ, ഇവിടെ ഇനി എത്ര കാലം ജോലി ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ലല്ലോ. പാർവതിയുടെ അവതാരം കൊണ്ടല്ലേ ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇനി രഘുവിനെ ഈ കമ്പനിയിൽ വേണ്ട കൈലാസ് സാർ എന്ന് അവൾ പറഞ്ഞ കൈലാസ് സാർ എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കില്ലേ? സാറും മുക്ത മേഡവും കണ്ടു നിൽക്കുകയുള്ളൂ. എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് ഇവിടെ നിന്ന് പോയ അഭിമാനം നഷ്ടപ്പെടില്ലല്ലോ. നീ എന്താടാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൈലാസ് സാറിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. എന്നാലും സാറിനെ പട്ടിയെ തല്ലും പോലെ തല്ലിക്കളഞ്ഞില്ലേ? പാർവതിയെ പുറത്താക്കാൻ ഈ ബുദ്ധി ഉപദേശിച്ചെന്ന മുക്ത മേഡം പോലും നോക്കി നിന്നതേ ഉള്ളൂ. അല്ലെങ്കിലും എന്നെ പോലുള്ളവർ തല്ലും ചവിട്ടും കൊള്ളാനുള്ളവരാണല്ലോ. കാര്യം നടക്കാൻ ഞാൻ വേണം. കാര്യം കഴിഞ്ഞപ്പോൾ വെറും കരിയപ്പല. നിന്റെ പേര് പറഞ്ഞ് ഞങ്ങളാണോ? നീ തന്നെ ഏർപ്പാടാക്കിയ ബെഞ്ചമിൻ അല്ലേ? അതും കൈലാസിനോട് തന്നെ. ബെഞ്ചമിൻ പറഞ്ഞത് കള്ളമോ? രഘു ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ പറയണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും പുറത്താകുമായിരുന്നു. ഇപ്പൊ നീ ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുക്തമാട കൂടെയുണ്ട്. നമ്മളങ്ങനെയൊന്നും തോറ്റു കൊടുക്കില്ല രഘു. കൈലാസല്ല, PKR സാറ് തന്നെ അവൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയാലും ഇനി അധിക കാലം അവളിവിടെ ഉണ്ടാവില്ല. ഇത് പിടി. എന്തിനാ ഈ കാശ്? ഞാൻ നിന്നെ തല്ലിയില്ലേ? നിന്റെ മനസ്സിലാ സങ്കടം ഉണ്ടെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നീ പോയി 2 ബീറും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കും. ആ വിഷമൊക്കെ മാറ്റടാ. ഇത് പിടിക്ക്. ആ ചെല്ല്.